ഡെസ്ക് മേക്ക് ഓവർ സീരീസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഓർഗനൈസർ സെറ്റാക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കി കണ്ടാലോ. സോ വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് ഡെസ്ക് മേക്ക് ഓവർ സീരീസ്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഞാൻ തുടങ്ങിയ ഒരു സീരീസാണ് ഈ ഡെസ്ക് മേക്ക് ഓവർ സീരീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പിൻട്രസ്റ്റ് തുറന്നത്. പിൻട്രസ്റ്റ് തുറന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു ഐറ്റമാണ്. എന്നാൽ പിന്നെ അത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതെന്താ ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സംഭവം ഒന്നുമില്ലടാ, കുറച്ച് ഫ്ലോട്ടിംഗ് ബട്ടർഫ്ലൈസിനെ ആ കോർണറിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പേരുടെ വീഡിയോസിൽ ഇത് കണ്ടപ്പം ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചൊരു ഐറ്റമാണിത്. ചെയ്തു തുടങ്ങിയപ്പം പിന്നെ പറയണ്ടല്ലോ, എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല. ആ ബട്ടർഫ്ലൈസൊക്കെ ഒരു പേപ്പറിൽ തന്നെ വരച്ച് തന്നപ്പോൾ അതിങ്ങനെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നെന്നറിയോ. പിന്നെ നമ്മൾ ആ വരച്ചെടുത്ത ബട്ടർഫ്ലൈസിനെയൊക്കെ മുറിച്ചെടുത്തപ്പോഴായിരുന്നു കോമഡി. അതിൽ ആ ബ്ലൂ ബട്ടർഫ്ലൈൻ്റെ കൊമ്പൊടിഞ്ഞു പോയെന്നേ. പിന്നെ ഓരോരോ ബട്ടർഫ്ലൈ ആയിട്ട് നൂലിൽ കോർത്ത് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയായിരുന്നു. സംഭവം ഇതിൻ്റെ ഒരു നേക്ക് മനസ്സിലായ പിന്നെ എളുപ്പം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു റിയലായിട്ട് പറക്കുന്നൊരു ഫീല് നമുക്ക് തൂക്കി കഴിയുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ മുകളിൽ നൂല് വലിച്ചു കെട്ടി അവിടെ കെട്ടിത്തൂക്കി. ഇതേപോലെ ബാക്കി ബട്ടർഫ്ലൈസും കൂടെ നമ്മളവിടെ തൂക്കി ഇട്ടു. ഓൾറെഡി നമ്മൾ ആൽക്കൊലത്തായിട്ട് സെറ്റപ്പ് ചെയ്ത ആ ഗ്രീൻ ലീഫിൻ്റെ കൂടെ ഈ ബട്ടർഫ്ലൈസിനും കൂടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര ഒരു നേച്ചർ ഫീല്. ആ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സംഭവം സെറ്റായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ചെയ്ത പരിപാടിയാണേലും സംഭവം കളറായി. ഫാനിട്ടപ്പോഴേക്കും നമ്മുടെ ബട്ടർഫ്ലൈസൊക്കെ അങ്ങ് പറക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ എങ്ങനെയാ, ഈ സീരീസ് ഇഷ്ടപ്പെട്ടവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.